ലാംഗ്വേജ് പഠിക്കാണ്ട് ജപ്പാനിലേക്ക് വരാനായിട്ട് രണ്ട് ഓപ്ഷനേ എൻ്റെ അറിവിലുള്ളൂ. പറഞ്ഞുതരാം. ഒന്ന്, ഏതെങ്കിലും നല്ലൊരു കോളേജിൽ പോയി വല്ല IIT അതുപോലത്തെ വല്ല ടോപ്പ് കോളേജിൽ പോയിട്ട് എൻജിനീയറിങ്ങോ IT അതുപോലത്തെ എന്തെങ്കിലും കിണ്ണം കാച്ചി 4 കൊല്ലത്തെ ഡിഗ്രി പഠിച്ച് അത്ര സൂപ്പറായിട്ട് പഠിച്ച് പാസ് ഔട്ട് ആവുക. എന്നിട്ട് ജപ്പാനിലുള്ള ഏതെങ്കിലും മൾട്ടിനാഷണൽ കമ്പനീസ്, ഇംഗ്ലീഷ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനീസിലേക്ക് ലിങ്ക്ഡിൻ വഴിയോ എങ്ങനെയൊക്കെ പിടിച്ച് കയറി ഇങ്ങോട്ട് വരിക. അത് ഒന്നാമത്തെ ഓപ്ഷൻ. അത്രയും വിദ്യാസമ്പന്നനായ ഒരുത്തനും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നില്ല എന്ന് എനിക്കറിയാം. അതൊന്ന്. ഇനി അടുത്ത് രണ്ടാമത്തെ വഴി ഞാൻ പറയാം. രണ്ടാമത്തെ വഴി എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ടീച്ചർ വേക്കൻസിയായി. ഇന്നലെ ഞാനൊരു റീൽ വേണ്ടി സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ 12 കൊല്ലം നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിട്ടുണ്ടായിരിക്കണം, ഏതെങ്കിലും ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം, പിന്നെ നിങ്ങളുടെ പ്രൊനൗൺസിയേഷൻ, ആക്സെൻറ്റ് അതൊക്കെ ഡിപ്പെൻഡബിൾ ആയിരിക്കും ആ ജോലിക്ക്. അത്രയും കഴിവേറിയ ഒരുത്തനും എനിക്ക് മെസ്സേജ് അയക്കുന്നില്ല എന്ന് അതും എനിക്കറിയാം. സോ അതും കൊണ്ട് ലാംഗ്വേജ് പഠിക്കാണ്ട് വരാൻ പറ്റുമോ? പറ്റില്ല. ഒറ്റ വാക്കിൽ പറയാം, പറ്റില്ല. പണ്ടൊക്കെ പറ്റുമായിരുന്നു, നടക്കില്ല. ഇപ്പോൾ വീണ്ടും ഈ പുള്ളിക്കാരത്തി ജയിച്ച് കയറി വന്നിട്ടുണ്ട്. ഇനി അങ്ങനത്തെ ഉടായ്പ പരിപാടികൾ, റെഫ്യൂജി വിസ വന്നിട്ട് ഇവിടെ അങ്ങനെ കഴിഞ്ഞുകൂടാം, അതൊക്കെ ഭയങ്കര പാടാണ്. ഇപ്പോൾ തന്നെ കുറേ പേരൊക്കെ പെട്ട് കിടപ്പുണ്ട്. പിന്നെ എൻജിനീയറിങ് വിസ വന്നിട്ട് ബ്ലൂ കോളർ ജോലി ചെയ്യുന്നത്, അതൊക്കെ ഇനി കുറച്ച് നിലവിൽ സാഹചര്യത്തിൽ കുറച്ച് പാടാണ്. വീണ്ടും അവർ റൂൾസൊക്കെ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യുന്നവരെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ റിവാർഡൊക്കെ പ്രഖ്യാപിക്കാനായിട്ട് ഇബറാക്കി എന്ന് പറഞ്ഞൊരു പ്രിഫെക്ചറിൽ ഇന്നലെ ന്യൂസ് വന്നതാണ്. ഇബറാക്കി എന്ന് പറഞ്ഞ പ്രിഫെക്ചറിൽ ലോക്കൽ ഗവൺമെൻറ് ഇല്ലീഗലായിട്ട് ഏതെങ്കിലും ഫോറിനേഴ്സ്, അതായത് ഹാൻഡ് ക്യാഷ് ജോബ്, ഇതൊക്കെ ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും പറയാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. എൻ്റെ സമയം വേസ്റ്റ്, നിങ്ങളുടെ സമയം വേസ്റ്റ്. അത് നോക്കുക. അതുകൊണ്ട് ഗവൺമെൻറ് തന്നെ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് മൂവ് ആവാൻ വേണ്ടി ഇതിനെതിരെ, അതായത് ഇങ്ങനെയുള്ള കുറേ ടാക്സൊക്കെ നഷ്ടമാണ്. ഇൻഷുറൻസ് അടയ്ക്കാത്തവന്മാർ, ഗവൺമെൻറ്റിന് നഷ്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ലോക്കൽസിൻ്റെ പണിയും പോവും. ബിക്കോസ് ഒരു ലോക്കലിന് കൊടുക്കുന്നതിൻ്റെ കുറച്ച് പൈസ ഇതുപോലത്തെ ഉടായ്പ വിസയിൽ ഒന്നവർക്ക് കൊടുത്താൽ മതി. കാരണം അവന്മാർക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതിയല്ലോ. സോ അതുകൊണ്ട് ഉടായ്പ വഴികൾ ഒന്നും തന്നെ ഇല്ല. JLPT ഇല്ലെങ്കിൽ JFT, ഇതെന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വേണം. ഇപ്പോൾ TATP SSW വിസയിൽ വരണമെങ്കിൽ TATP 3 കൊല്ലത്തെ ഇൻറ്റേൺഷിപ്പ് വിസയാണ്. ബേസിക് ജാപ്പനീസ് അറിഞ്ഞാൽ മതി, ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. 18 to 28 വയസ്സ്, പിന്നെന്താണ് ഒരു പാസ്പോർട്ട്, പിന്നെ കുറച്ച് ബേസിക് ജാപ്പനീസ്. സെൻഡിങ് ഓർഗനൈസേഷൻസ് ഇന്ത്യയിലുണ്ട്. 3 ലക്ഷത്തിൽ താഴെ മാത്രം ചിലവ് വരുന്നൊരു പരിപാടിയാണ്. ഇപ്പോൾ ഒരു 100-110 പറഞ്ഞാൽ വീണ്ടും പറയാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഇതിന് കൂടുതൽ ഇൻഡെപ്തിൽ അറിയണമെങ്കിൽ താല്പര്യമുള്ളവർ, ആവശ്യമുള്ളവർ മാത്രം പോയി പഴയ വീഡിയോ കണ്ടാൽ മതി. അല്ലാണ്ട് വെറുതെ ഇതന്നെ വീണ്ടും ചോദിച്ച് മെസ്സേജ് അയച്ചിട്ട് ഇവിടെ എടുത്തു തരാനായിട്ട് എൻ്റെ കയ്യിൽ ജോലിയൊന്നുമില്ല. ഞാൻ വെറൊരു പണിക്കാരനാണ് ഇവിടെ. അതൊന്ന്. പിന്നെ SSW സ്പെസിഫിക് സ്കിൽഡ് വർക്കർ ഇന്ത്യയിൽ എൻ്റെ അറിവിൽ 4 എണ്ണം ഉള്ളൂ. അക്കോമഡേഷൻ ഇൻഡസ്ട്രി, ഹോട്ടൽസ് ആൻഡ് അക്കോമഡേഷൻ, റിസപ്ഷൻ, റെസ്റ്റോറൻറ്റ്സ്. അത് ഒരു സൗത്ത് ഇന്ത്യൻ എന്നെപ്പോലെ കുറച്ച് ഡാർക്ക് സ്കിൻഡ് ആയിട്ടുള്ളവർക്ക്, ഫേഷ്യൽ ഹെയർ ഉള്ളവർക്കൊക്കെ എത്രത്തോളം പ്രാക്ടിക്കൽ എൻ്റെ അറിവിൽ ആരും ഇല്ല മലയാളീസ്. പക്ഷേ നോർത്ത് ഈസ്റ്റുകാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്ന്. കൺസ്ട്രക്ഷനിൽ SSW എഴുതി കഴിഞ്ഞാൽ വരാം. യെസ്, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. പക്ഷേ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ 1 കൊല്ലം ഞാൻ കൺസ്ട്രക്ഷനിലായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ വളരെ നീട്ടി വലിച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പോയി കാണുക. കൺസ്ട്രക്ഷൻ ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല. പണിയുണ്ട്, ഏത് പണിക്കുന്നാലും പണിയുണ്ട്. പക്ഷേ അതിലുപരി ട്രാവലിംഗ് ഭയങ്കര സീനായിരുന്നു എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ TATP ക്വിറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നത്. പിന്നെ കെയർ വർക്കർ, നേഴ്സിംഗ് ഹോമിൽ അറിയാം, വയസ്സന്മാർ കുറേ ഉള്ള സ്ഥലമാണ് ജപ്പാൻ. അതിനകത്ത് കെയർ വർക്കറായിട്ട് അവരെ നോക്കാൻ, അവർക്ക് മരുന്ന് കൊടുക്കാൻ, അങ്ങനത്തെ ജോലി. ഇതിനും +2 മാത്രം ക്വാളിഫിക്കേഷൻ മതി. SSW കെയർ വർക്കർ, JFT ഫൗണ്ടേഷൻ, പ്രൊമെട്രിക്, ബാംഗ്ലൂർ, വൈറ്റ്ഫീൽഡ്, പ്രസ്റ്റീജ്, ശാന്തി നികേതൻ, ടവർ B, അവിടെയാണ് ഇതിൻ്റെ എക്സാം. JFT ബേസിക് നിന്ന് ഗൂഗിൾ അടിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിലെ എക്സാം JFT ബേസിക് A2, JLPTക്ക് N4ന് ഈക്വലൻ്റ് ആയിട്ടുള്ള എക്സാമാണ്. അത് ഒന്നെങ്കിൽ അത്, അല്ലെങ്കിൽ A2. JLPT N4 അല്ലെങ്കിൽ JFT A2, ഇതാണ് വേണ്ടത്. സോ ഈ 2 വിസയാണ് കുറച്ചും കൂടി എളുപ്പത്തിൽ ഇങ്ങോട്ട് വരാൻ. ഇത് 2 തന്നെ ഉള്ളൂ. പിന്നെ ഉള്ളത് എൻജിനീയറിങ്, ഹ്യൂമാനിറ്റീസ് ആൻഡ് ഇൻ്റർനാഷണൽ സർവീസസ്. അത് ഈ ഡിഗ്രിയൊക്കെ ഉള്ള, പിന്നെ എൻജിനീയറിങ് IT ഫീൽഡ് മാത്രമല്ല, ഏതെങ്കിലും ഡിഗ്രി. ഇപ്പോൾ എൻജിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എൻജിനീയറിങ്, IT റിലേറ്റഡ്, പിന്നെ ഡാറ്റ അനലിസ്റ്റ്, അങ്ങനെ. പിന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് AI, അതുപോലത്തെ വൈറ്റ് കോളർ പ്രൊഫഷൻസിന് വേണ്ടിയിട്ടുള്ളതാണ് എൻജിനീയറിങ്. ഹ്യൂമാനിറ്റീസ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിംഗ്, അക്കൗണ്ടിങ്, ഫിനാൻസ്, അഡ്മിനിസ്ട്രേറ്റീവ്, അങ്ങനത്തെ ജോബുകൾക്ക്. അതൊക്കെ
അത് ഡിഗ്രി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ഒരു N3 N2 എബവ്, ബിക്കോസ് എല്ലാം ജാപ്പനീസ് ആയിരിക്കും. ഇംഗ്ലീഷൊന്നും ഇല്ല കേട്ടോ അവിടെ. ഇംഗ്ലീഷ് അറിയാൻ ബ്രോ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല, നടക്കില്ല. അടുത്തത് ഇതാണ്, എന്താ പറയുക, ഇൻ്റർനാഷണൽ സർവീസസ്. സോ അതെന്ന് പറഞ്ഞാൽ ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ്, റെസ്റ്റോറൻറ്റ്സ്, പിന്നെ ട്രാൻസ്ലേഷൻ, ഇൻ്റർപ്രിട്ടേഷൻ, ഇതാണ് ഇൻ്റർനാഷണൽ സർവീസസ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഈ ലാസ്റ്റ് പറഞ്ഞ എഞ്ചിനീയറിംഗ്, ഹ്യൂമാനിറ്റീസ് ആൻഡ് ഇൻ്റർനാഷണൽ സർവീസസ്, ഇതാണ് ഒരു വൈറ്റ് കോളർ കൈൻഡ് ഓഫ് ജോബ്സ്. പക്ഷേ അറിയണോ, ഡിഗ്രി വേണം. 12+3 or 4 അതാണ് ക്വാളിഫിക്കേഷൻ. 12+3 or 4 ഡിഗ്രി, പിന്നെ N3 and above. ഇപ്പോൾ N3 ഒന്നും ആർക്കും വേണ്ട, എല്ലാവരും N2 ചോദിക്കണത്. സോ ഇത്രയും കഴിവുള്ളവരും ഇത്രയും വിദ്യാസമ്പന്നരായിട്ടുള്ള ആരും എനിക്ക് മെസ്സേജ് അയക്കുന്നില്ല എന്ന് എനിക്കറിയാം, നിങ്ങൾക്കറിയാം. പിന്നെ ബ്രോ വീട്ടിൽ സീനാണ്, കടം കയറിയിരിക്കുകയാണ്, ഇനിയിപ്പോൾ പഠിക്കാനൊന്നും വയ്യ, മറന്നേക്ക് ജപ്പാൻ, അത്ര എനിക്ക് പറയാനുള്ളൂ. ഒന്നെങ്കിൽ നേരെ വഴിക്ക് പഠിച്ച് വരിക, ടൂറിസ്റ്റ് വിസ വന്നിട്ട് മുങ്ങി നടക്കാമെന്നോ, അതൊന്നും ഇനി പ്രാക്ടിക്കലി പോസിബിൾ അല്ല. വന്നിറങ്ങുമ്പോൾ തന്നെ അവർ അടുത്ത ഫ്ലൈറ്റിൽ തിരിച്ച് കയറ്റി വിടും. പിന്നെ കണ്ട ഉടായ്പ ഏജൻസികളിലൊക്കെ പോയിട്ട് തല വെച്ച് ഒരു വിസയുണ്ട് വേണോ, അമ്മാതിരി സെറ്റപ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേ പൈസ പോയവരൊക്കെ ഉണ്ട് ഇപ്പോഴും. സോ അതുകൊണ്ട് നോക്കിയും കണ്ടൊക്കെ ചെയ്യുക. സെൻഡിങ് ഓർഗനൈസേഷൻ ഉണ്ട്, ലീഗൽ ഓതറൈസ്ഡ് സെൻഡിങ് ഓർഗനൈസേഷൻ ഉണ്ട്. ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, NSDC വെബ്സൈറ്റൊക്കെ സ്ക്രീൻഷോട്ട് ഇത് കാണിച്ചിട്ട്. അവരെ കോൺടാക്റ്റ് ചെയ്യുക, സ്വന്തം റിസ്കിൽ വരിക. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ലേൺ ദ ലാംഗ്വേജ്, അണ്ടർസ്റ്റാൻഡ് ദ കൾച്ചർ. എന്താണ് ജപ്പാൻ എന്ന് മനസ്സിലാക്കുക. ഈ കാണുന്ന അനിമിയും ഈ സക്കൂറയും ഗോൾഡൻ വീക്കൊന്നും അല്ല, പണിയെടുക്കാൻ വേണ്ടി ഒഴിഞ്ഞു വെച്ച കുറേ ജീവിതങ്ങളാണ് ഇവിടെ. ഓക്കെ, ഇതൊന്നും ആരും പറഞ്ഞു തരില്ല. പണി എന്ന് പറഞ്ഞാൽ നല്ല പണി ഉണ്ടാവും. ഈ മേലനങ്ങാത്തവന്മാരും എന്താ പറയുക, ഡാഡീസ് പ്രിൻസസും മമ്മാസ് ബോയും, ഇതൊക്കെ ബംഗാളികളുടെ പണിയാണ്, ഇതൊന്നും നമ്മുടെ പണിയല്ല എന്ന് കേട്ട് അങ്ങനെ ചിന്തിച്ച് ആ ഒരു മൈൻഡ് സെറ്റിൽ വളർന്നു വന്ന് നിങ്ങളും ആ ഒരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കഷ്ടപ്പെടും. ബിക്കോസ് പണി എന്ന് പറഞ്ഞാൽ പണിയാണ്, പക്ക പണി. ഓക്കെ, സോ നോക്കിയും കണ്ടൊക്കെ ചെയ്യുക. ലാംഗ്വേജ് പഠിക്കാണ്ട്, ഞാൻ ആദ്യം പറഞ്ഞ അത്രയും കഴിവുള്ളവരും അത്ര വിദ്യാസമ്പന്നരും ആണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ലാംഗ്വേജ് പഠിക്കാണ്ട് വരാം. എന്നാലും നിങ്ങൾ പട്ടി ചന്തയ്ക്ക് പോലെ ആയിരിക്കും. ഓഫീസിൽ നിങ്ങൾ ഓടിക്കും, പുറത്തിറങ്ങിയിട്ട് ഇവിടെ ആരും ഇംഗ്ലീഷ് പറയില്ല. 7% താഴെ മാത്രമേ ഇവിടെ ഇംഗ്ലീഷ് സംസാരിക്കുള്ളൂ ആൾക്കാർ. ഇപ്പം ഞാൻ ഉള്ള ഐലാൻഡിൽ ആകെ ഇന്ത്യക്കാരൻ ഞാനേ ഉള്ളൂ. പിന്നെ ഉള്ളത് ഇന്തോനേഷ്യക്കാരും ജപ്പാൻകാരുമാണ്. അവർ പറയണ കാഗോഷിമ ബെന്നാണ്. ഞാൻ ഇത്രയും കാലം കാൻസായിലാണ് നിന്നത്, എനിക്കിപ്പോഴും പകുതി മനസ്സിലാവാറില്ല. ഇന്തോനേഷ്യക്കാർക്ക് ഇംഗ്ലീഷ് അറിയില്ല. നിങ്ങളെങ്ങനെ എന്ത് ചെയ്യും ഇവിടെ? നിങ്ങളോട് വന്നിട്ട് പറയില്ല, അല്ലയോ മകനെ, ഈ ഉരുളൻ കിഴങ്ങ് ഇന്ന സൈസിൽ ഈ പച്ച കളറുള്ളത് നീ എടുക്കരുത്, കളയണം, 3 പുഴുക്കുത്ത് വരെ ഓക്കെ, അത് ഒരു C കാറ്റഗറിയിൽ നമുക്ക് ഇടാം എന്നവർ ഇംഗ്ലീഷിൽ പറയില്ല. ഉരുളൻ കിഴങ്ങിന് പൊട്ടറ്റോ എന്ന് പറയില്ല, ജഗായിമോ അല്ലേ? ഏത് സമയത്തും നിങ്ങൾക്കും അവർക്കും ഫോണും പിടിച്ച് നടക്കാൻ പറ്റില്ല ട്രാൻസ്ലേറ്റർ ആക്കിയിട്ട്. ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ ബ്രോ. സോ അണ്ടർസ്റ്റാൻഡ്, യു ഷുഡ് ലേൺ ദ ലാംഗ്വേജ്. ഐ എം സീരിയസ്, ഐ എം ഡാം സീരിയസ്. ഇനിയും നിങ്ങൾ എനിക്ക് മെസ്സേജ് കഴിഞ്ഞാൽ ഞാൻ പറയും ചെക്ക് ദ പിൻഡ് റീൽ. നിങ്ങൾ പോയി ചെക്ക് പിൻഡ് റീൽ നോക്കുമ്പോൾ പറയും, അപ്പം ഞാൻ അതിനകത്ത് വേറൊരു 3 വീഡിയോ ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ വീണ്ടും അത് പോയി കാണണം. അതെ, ഞാൻ വരുമ്പോൾ എനിക്കിതൊന്നും പറഞ്ഞുതരാൻ പോലും ഒരുത്തുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ പറഞ്ഞ് വായ്ത്താളടിച്ച് എന്താ പറയുക, 30 മിനിറ്റ് ഒരു വീഡിയോ ഉണ്ടെങ്കിൽ അത് ഇൻട്രോ പോലും പറയാണ്ട് എത്രത്തോളം ഷോർട്ടാക്കാൻ പറ്റുമോ അത്രത്തോളം ഷോർട്ടാക്കി, അത്രത്തോളം എഫേർട്ട് ഇട്ട്, അത് എക്സ്പെൻസൊക്കെ ഞാൻ എൻ്റെ സാലറി സ്ലിപ്പ്, എൻ്റെ ഓഫർ ലെറ്റർ വെച്ചിട്ടൊക്കെയാണ് അത്രയും ഡീറ്റെയിൽഡായിട്ട് ചെയ്തേക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊന്നും കാണാണ്ട് വന്നിട്ട് ബ്രോ സാലറി എത്ര കിട്ടും, എങ്ങനെ വരാമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അത്ര ഇത് കൊടുക്കുമ്പോൾ വീണ്ടും വീണ്ടും ഇത് തന്നെ ചോദിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങളെന്ന് ആലോചിക്കുക. മെസ്സേജ് അയച്ചോ, അതിനും കുഴപ്പമില്ല, പക്ഷേ ലാംഗ്വേജ് ഇല്ലാണ്ട് ഇറ്റ്സ് നോട്ട് പോസിബിൾ ബ്രോ. സോ ഉടായ്പ വഴികളിലൂടെ നോക്കി വെറുതെ നിങ്ങളുടെ സമയവും പൈസയും കളയാണ്ടിരിക്കുക. കുറേ പിള്ളേർ പറ്റിക്കപ്പെട്ട് അവിടെ ഇവിടെയൊക്കെ മുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ കേരളത്തിൽ എൻ്റെ അറിവിൽ ഈ 2 വിസ ചെയ്യുന്ന, സ്റ്റുഡൻറ്റ് വിസ ചെയ്യുന്ന ടീംസ് ആരിലൊക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്പോഴും കുറേ ഉടായ്പൊക്കെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഇടയ്ക്ക് ഫേസ്ബുക്കിൽ കണ്ടതാണ്, ടാൻജിറോ മങ്കി ഡി ലൂഫി, ടാൻജിറോ അല്ലോ, ടാൻജിറോ കമദ ടാൻജിറോ മോങ്കി ജി റൂഫി. സി യു ആർ ജാപ്പനീസ്, നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ജാപ്പനീസ്, അതിൻ്റെ ഒരു ഇതെങ്കിലും കാണിക്കുക. വെറുതെ ആൾക്കാരെ പറ്റിച്ച്. പിന്നെ സ്റ്റുഡൻറ്റ് വിസ വന്നിട്ട്, ഇപ്പോൾ ഇന്ന് രാവിലെ ഒരു പുള്ളി മെസ്സേജ് ഉണ്ടായിരുന്നു, സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന് പാർട്ട് ടൈം ചെയ്തിട്ട് 3.5 ലക്ഷം yen ഉണ്ടാക്കാമെന്ന്. ഞാൻ കഴിഞ്ഞ ഒരു കൊല്ലം മേടിച്ച ടോപ്പ് സാലറി വരെ ഞാൻ എന്താ പറയുക കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്.
മില്യൺസ്, ജപ്പാനിൽ മില്യൺസാണ് സാലറി എന്ന് പറഞ്ഞിട്ട്. സോ എനിക്ക് ലീഗലായിട്ട് 40 മണിക്കൂറാണ് വർക്ക് ചെയ്യാൻ പറ്റുക വിത്തൗട്ട് OT. ഒരു സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന ആൾക്ക് 28 മണിക്കൂറാണ്. ഓക്കെ, അരുവൈത്തോ പാർട്ട് ടൈമിന് അവർലി വേജ് കൂടുതലാണ്. ഓക്കെ, അന്ന് അങ്ങനെ വെച്ചോ. സോ 28 ഒരു 2000 വെച്ച് കൂട്ടിക്കോ. കാൻസായിൽ 2000 രൂപ, 2000 yen വെച്ച് 2000 yen ഇൻറ്റു 28. സോ ഒരാഴ്ച 56,000 ഇൻറ്റു 4 ആഴ്ച 2,24,000. ഇത്രയും കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ SSW TATP പോട്ടെ, എൻജിനീയറിംഗ് വിസ എൻട്രി ലെവലിൽ വന്നവർക്ക് ആർക്കെങ്കിലും ഇത്ര സാലറി കിട്ടുന്നുണ്ട് അവിടെ ഫ്രഷേഴ്സിന്? പക്ഷേ ഈ 2,24,000 രൂപയിൽ നിന്ന് റെൻ്റ് ഉണ്ട്, കോളേജ് ഫീസ് അടയ്ക്കണം, വേറെ ചിലവില്ല, ടാക്സ് അടയ്ക്കണം, ഭക്ഷണം നോക്കണം. സ്റ്റുഡൻറ്റ് വിസയിൽ പറഞ്ഞാൽ എത്രയാണ്? 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപ 8 to 12 ലക്ഷത്തിനടുത്ത് നിങ്ങൾ ഏജൻറ്റിന് കൊടുക്കണം. 20 ലക്ഷത്തിനടുത്ത് നിങ്ങൾ അക്കൗണ്ടിൽ കാണിക്കണം. 2 കൊല്ലത്തിനിടയ്ക്ക് നിങ്ങൾ തൊലിച്ച് വന്ന കോഴ്സ് തീർക്കണം. അതിൻ്റെ ഇടയ്ക്ക് വല്ല N3 എങ്കിലും മിനിമം ക്ലിയർ ചെയ്താലേ ഏതെങ്കിലും ഒരു ജാപ്പനീസ് കമ്പനിയിൽ നിങ്ങൾക്ക് ജോലി തന്നെ കിട്ടുള്ളൂ. എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ വരണത്? ഏജൻസിക്കാർ പലതും പറയും അവർക്ക് കാശുണ്ടാക്കാൻ വേണ്ടി. വരികയാണെങ്കിൽ TATP SSW ചിലവ് കുറച്ച് വരാം, ലാംഗ്വേജ് പഠിക്കണം, ആ ഒരു കടമ്പ മാത്രമേ ഉള്ളൂ. 3 ലക്ഷം അല്ലെങ്കിൽ അതിൽ താഴെ, അതിൽ കൂടുതൽ ഏത് ഏജൻസിക്കാരൻ ചോദിച്ചാലും പോയി പണിയൊക്കെ പറഞ്ഞു. അതിൻ്റെ ആവശ്യമില്ല. കാരണം TATPയിൽ വരുന്ന ഒരാൾ ഫുള്ളി സ്പോൺസേഡ് പ്രോഗ്രാമാണ്. ഇവിടെ പണിയെടുക്കാൻ ആൾക്കാരില്ലാത്തതുകൊണ്ട് ചീപ്പ് ലേബറാണ് നിങ്ങൾ. ഞാനടക്കം ഒരു കൊല്ലത്തോളം ചീപ്പ് ലേബർ ആയിരുന്നു. ഓക്കെ, അത് ഫുള്ള് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു പൈസ മേടിക്കും, അതില്ലാണ്ട് അതിൻ്റെ ഇരട്ടി നിങ്ങളുടെ എംപ്ലോയർ കയ്യിൽ നിന്ന് മേടിക്കും. അവനെ പഠിപ്പിച്ചു, ട്യൂഷൻ ഫീസ് ഇത്ര, ടീച്ചർക്ക് ഇത്ര, ഫുഡ് കൊടുത്തു, ഹോസ്റ്റൽ കൊടുത്തു. ഹോസ്റ്റലൊക്കെ നിങ്ങൾ വേറെ എടുത്തായിരിക്കും നിൽക്കുന്നുണ്ടാവുക നിങ്ങളുടെ സ്വന്തം ചിലവിൽ. അത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവർ കാശ് മേടിക്കും. അല്ലാണ്ട് പോരാത്തതിന് എല്ലാ മാസവും ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഈ കമ്പനിയിൽ നിന്ന് കൊടുക്കും. ഇവിടുത്തെ റിക്രൂട്ടിങ് ഏജൻസി, ഇവിടുത്തെ കുമിയായിക്കും കിട്ടും, നിങ്ങളുടെ നാട്ടിൽ നിന്ന് കയറ്റി വിട്ടാൻ കിട്ടും. 3 കൊല്ലത്തേക്ക് നിങ്ങളൊരുത്തിന് അസറ്റാണ്, നിങ്ങൾ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ശരിയാണ്, കച്ചവടം അങ്ങനെ തന്നെയാണ്. ബിക്കോസ് അവർ അത്രത്തോളം റിസ്ക് എടുത്തിട്ടുണ്ട്, അവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓടിക്കുന്നുണ്ട്, സ്ഥാപനമുണ്ട്. അതുകൊണ്ട് 3 ലക്ഷത്തിക്കുള്ളിൽ കൊടുക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ഞാൻ കുറേ വട്ടം പറഞ്ഞാൽ ഇതിന് ലാസ്റ്റ് ആയിരിക്കും. ഇനി ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതല്ല. അടുത്തത്, സോ ഉടായ്പ വഴികൾ ഒന്നും തന്നെ ഇല്ല. പഠിച്ച് നേരായ വഴിക്ക് വരിക. ഓക്കെ, അണ്ടർസ്റ്റാൻഡ് ദ കൾച്ചർ. ഇവിടെ ഗോൾഡൻ വീക്ക് ഉണ്ട്, സക്കൂറ ഉണ്ട്, എല്ലാം ഉണ്ട്, അടിപൊളിയാണ്. മൊമുജി പൂക്കും. സോ എല്ലാം ഉണ്ട്. പണി കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിൽ ഇതിനൊക്കെ പോവാം. എസ്പെഷ്യലി TATP വല്ല കൺസ്ട്രക്ഷനിലൊക്കെയാണ് വരുന്നതെങ്കിൽ. ഞാനിപ്പോൾ അഗ്രികൾച്ചറിലാണ്. ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ച ജോലിയാണ്. കഴിഞ്ഞ വട്ടം ഞാൻ ജപ്പാനിലിരിക്കുമ്പോൾ ഞാൻ കണ്ടുപിടിച്ച് ഞാൻ തന്നെ മാറിയതാണ്. എനിക്ക് ഇന്ത്യൻ സെൻഡിങ് ഓർഗനൈസേഷൻ ഇല്ല. ഞാൻ ഒരു സൈറ്റ് വഴി ജോലി കണ്ടുപിടിച്ച് അവർക്ക് മെയിൽ അയച്ച് പുള്ളീനെ ഞാൻ കൺവിൻസ് ചെയ്ത് ഡോക്യുമെൻറ്റ്സ് മൂവ് ചെയ്ത് പുള്ളിക്ക് ഓക്കെ ആയി. അങ്ങനെ കുറേ കടമ്പ കഴിഞ്ഞ് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഇമിഗ്രേഷൻ ഭയങ്കര ചൊറിച്ചിലായിരുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്ത് തെങ്ങമ്മ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. സോ ഇപ്പം ഞാൻ ഉള്ള സ്ഥലത്താണെങ്കിൽ പോലും ഞാൻ ഈ റിക്രൂട്ടിങ് ഏജൻസിയുടെ സ്റ്റാഫാണ്. ഞാൻ ഇവിടുത്തെ ഒരു കർഷകൻ്റെ എംപ്ലോയി അല്ല. അതൊരു കാര്യം. പറയാൻ കാരണം എന്ന് വെച്ചാൽ അവിടെ TATP SSW 12 ഇന്തോനേഷ്യക്കാരുണ്ട്. അവർക്ക് അടിമ പണിയാന്ന് തന്നെ ഞാൻ പറയും. കാരണം രാവിലെ 8 മണിക്ക് എല്ലാവരും കൂടെ വന്ന് വണ്ടി എടുത്ത് പോവും. ഓക്കെ, വണ്ടി എടുത്ത് പോയി ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം 5:30 വരെ ഉരുളക്കിഴങ്ങ് പെറുക്കും. 5:30 ആകുമ്പോൾ വന്ന് ഞാൻ നൈസായിട്ട്, ഞാനും വേറെ ജപ്പാൻകാരനും കൂടി ഉണ്ട്, ഞങ്ങൾ 5:30 വേണമെങ്കിൽ ഒരു 6 മണി വരെയൊക്കെ ചെയ്ത് ആട്ടി തൊലിച്ച് ഞങ്ങൾ പോവും. ഞങ്ങൾ അയാളുടെ സ്റ്റാഫല്ല. ഞാനിപ്പോൾ കുമിയായുടെ വീട്ടിലാണ്, എൻ്റെ റിക്രൂട്ടിങ് ഏജൻസിയുടെ വീട്ടിലാണ്. എൻ്റെ ചിലവൊക്കെ ഞാൻ തന്നെ വെച്ചാണ്. അവന്മാരെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പുള്ളി വില കൊടുത്ത് വാങ്ങിയതാണ് അവരെ. പുള്ളി അവരുടെ ഫണ്ടിങ് ചെയ്ത് അവർക്ക് ടിക്കറ്റ് കൊടുത്ത് അക്കോമഡേഷൻ അവിടെ തന്നെയാണ്. അപ്പം അവർ തിരിച്ചു കൊണ്ടുവന്ന് ഈ ഉരുളക്കിഴങ്ങ് മൊത്തം കൺവെയർ ബെൽറ്റിലിട്ട് ഓരോരോ സൈസിൽ സെപ്പറേറ്റ് ചെയ്ത് 2 കാറ്റഗറി A, B അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് എന്നിട്ട് അത് പാക്ക് ചെയ്ത് അത് സ്റ്റോക്ക് ചെയ്ത് അത് അന്ന് പറിച്ചത് മൊത്തം സ്റ്റോക്ക് ചെയ്ത് മേ ബി 8-9 മണിക്കൊക്കെയാണ് പോകണം. ഇന്ന് പണിയുണ്ട്. ഞാൻ പക്ഷേ ഞായറാഴ്ച മണിക്ക് പോകില്ല, സൗകര്യമില്ല എനിക്ക്, ഒന്നും വേണ്ട എനിക്ക്. സോ ഇപ്പോൾ മെസ്സേജ് അയക്കണവരൊക്കെ ഉണ്ട്, എന്ത് പണിയാലും കുഴപ്പമില്ല ബ്രോ, ഞാൻ മരിച്ചിരുന്ന് പണിയെടുത്തോളാം. ഒരുത്ത മെസ്സേജ് അയക്കണം, എനിക്ക് പൈസയും തരണ്ട ബ്രോ, എനിക്ക് വല്ല ഫുഡിനുള്ള പൈസ തന്നാൽ മതി. ഇപ്പോൾ പറയും അവിടെ അക്കരെ കാണുമ്പോൾ ഇക്കരെ പച്ച, ഇവിടെ വന്നാൽ അറിയാം, ഊപ്പാട് ഇളകും. അത് ഇവർ പണിയെടുക്കാൻ വേണ്ടി പ്രോഗ്രാം ചെയ്ത് വിട്ടേക്കണ മൂമാരെയൊക്കെ. സോ അങ്ങനത്തെ കുറച്ച്
പ്രാക്ടിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒട്ടും മേലനങ്ങാണ്ട് വെയിലും കൊള്ളാണ്ടൊക്കെ നിന്നവരാണെങ്കിൽ ബെറ്റർ ഈ ഒരു കൺട്രി വിട്ടുപിടിക്കുന്നതായിരിക്കും നല്ലത്. വെൻ ഇറ്റ് കംസ് ടു ബ്ലൂ കോളർ പ്രൊഫഷൻസ്, നിങ്ങൾ ഈ ഒട്ടും ഇമോഷണലി മെച്യൂർഡ് അല്ലാത്ത ആൾക്കാരാണെങ്കിൽ മേ ബി നിങ്ങൾക്ക് കരയാൻ പോലും പറ്റില്ല. ബിക്കോസ് നിങ്ങൾ പുറത്ത് പബ്ലിക്കായിട്ട് നിങ്ങൾ ഇവരുടെ കൾച്ചറിൽ അവർ കരയില്ല. ദാറ്റ് ഷോസ് യു ആർ വീക്ക്. സോ അണ്ടർസ്റ്റാൻഡ് ദ കൾച്ചർ. ഇവിടുത്തെ വർക്ക് കൾച്ചർ എങ്ങനെയാണ്, ഇവരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ്. ഇവർ ഭയങ്കര സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവനവൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ വയസ്സായ ഒരു 90 വയസ്സുള്ള അമ്മൂമ്മയാണെങ്കിലും സൈക്കിൾ ഓടിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റൊരു 3 ചക്രമുള്ള കുഞ്ഞ് സ്കൂട്ടി ഉണ്ട്, അവരുടെ കാര്യങ്ങൾ അവനവൻ തന്നെ നോക്കി ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ലാംഗ്വേജ് ഇല്ലാണ്ട് ഇവിടെ വന്നിട്ട് തേരാപ്പാരാണെന്നാലും നിങ്ങളെ സഹായിക്കാനോ ഇപ്പോൾ ഒരു പനി പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആശുപത്രി കൊണ്ടുപോകാനൊന്നും ഇവിടെ ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും അവനവൻ്റെ കാര്യം, എല്ലാവർക്കും ജോലിയുണ്ട്, എല്ലാവരും ബിസി വിത്ത് ഇൻ ദെയർ ഓൺ വേൾഡ്. സോ ഇതൊക്കെയാണ് റിയാലിറ്റി. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക ഈ കൺട്രീനെ കുറിച്ച്. ഏജൻസിക്കാർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി അത് ഇതൊക്കെ പറയും. ഓക്കെ, സോ കൺക്ലൂഷൻ, ലാംഗ്വേജ് ഇല്ലാണ്ട് ജപ്പാനിൽ വരാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. കുറുക്കുവഴികളില്ല. ലാംഗ്വേജ് പഠിക്കുക. നല്ലയിടത്ത് ലാംഗ്വേജ് പഠിച്ചാൽ ഓൾമോസ്റ്റ് ഈ ചോപ്സ്റ്റിക്ക് യൂസ് ചെയ്യണത് തൊട്ട് അവിടുത്തെ കൾച്ചറ്, അവിടുത്തെ എന്തൊക്കെയാണ് കുറച്ച് ഫെസ്റ്റിവൽസ്, ഒരു കൾച്ചറൽ എക്സ്പോഷറും കൂടി കിട്ടും. പ്രത്യേകിച്ച് ഒരു ജാപ്പനീസിൻ്റെ അടുത്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ അത്രയൊക്കെയാണ് പറയാനായിട്ട് ആഗ്രഹിച്ചത്. ഇനിയും ഇപ്പോൾ ഞാൻ മുമ്പ് ഒരു 3-4 വീഡിയോ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽഡായിട്ട്. സോ അതൊക്കെ പോയി കാണുക, അണ്ടർസ്റ്റാൻഡ് എന്താണ് ഈ പ്രോഗ്രാം. ആവശ്യത്തിൽ കൂടുതൽ ഇപ്പോൾ ജോലിയുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പത്തെ വീഡിയോയിൽ, എനിക്കൊരു പണി വേണം എന്നതിലുപരി ഇവർക്ക് പണിക്കാരെയാണ് വേണ്ടത്. ഇവിടെ ജോലിയുണ്ട്, പക്ഷേ ഈ യൂറോപ്പോ UK പോലെ കാനഡ പോലെ നിങ്ങൾക്ക് അത് പറയത്തക്ക ഒരു സാലറി ഇല്ല. വീക്കാണ്. 1990 കഴിഞ്ഞതിന് ശേഷം ഇവിടെ ബാക്കി എല്ലാ സാധനങ്ങൾക്കും നല്ല രീതിക്ക് വില കൂടിയിട്ടുണ്ടെങ്കിലും ഈ സാലറിയിൽ പറയത്തക്ക കാര്യമായ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. സാലറി കുറവാണ്. ഓക്കെ, സോ പക്ഷേ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സാലറി മാത്രം നോക്കിയിട്ടുള്ള എനിക്ക് ഒന്നാമത് പണി പഠിക്കണം, പിന്നെ എനിക്ക് കൾച്ചർ, പിന്നെ ഈ ഗ്രാമപ്രദേശം, ശാന്തി, സമാധാനം, പിന്നെ ഈ ഒറ്റപ്പെട്ട ദ്വീപ്. സോ ആ ഒരു വൈബ് എനിക്ക് ഇഷ്ടമുള്ളതാണ് ഞാൻ അങ്ങോട്ട് വന്നത്. പിന്നെ എനിക്ക് നാട്ടിൽ കിട്ടാത്ത കുറേ കാര്യങ്ങൾ ഇവിടെ കിട്ടും. ഒരു കാര്യം, ഈ വട്ടം ലീവിന് പോയപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേറ്റ് ചെയ്ത കാര്യമാണ് കറണ്ട് പോക്ക്. കഴിഞ്ഞ ഡിസംബർ 10-നാണ് ഞാൻ നാട്ടിൽ പോയത്. ഫെബ്രുവരി 8-നാണ് തിരിച്ചു വന്നത്. ഇത്രയും ദിവസത്തിനിടയ്ക്ക് ഒരു വട്ടം പോലും കറണ്ട് പോകാണ്ടിരുന്നിട്ടില്ല. ഒരു വട്ടം പോലും. അതായത് ഒരു 2 സെക്കൻഡ് നേരത്തെങ്കിലും പോയി വന്ന് അങ്ങനെ ഇരിക്കും. ഓക്കെ, ഒരു CPU അടിച്ചു പോയി. പള്ളിപ്പെരുന്നാളിൻ്റെ വീഡിയോ 70-80 മിനിറ്റ് ഉണ്ടായ സാധനം വെട്ടി ഏകദേശം ഒരു 40 മിനിറ്റിലാക്കി ഓൾമോസ്റ്റ് എഡിറ്റ് ചെയ്ത് തുടർന്നാണ് CPU ഉപ്പാട് ഇളകി പോയി കറണ്ട് വന്നിട്ട്. നിങ്ങൾ ചോദിക്കും എന്താ പറയുക, ഇൻവെർട്ടർ മേടിച്ച് വെച്ചുകൂടെയെന്ന്. സോ ഇപ്പം എനിക്ക് ഈ ദാനമായിട്ടാണ് സർക്കാർ കറണ്ട് തരുന്നതെങ്കിൽ ഈ പറഞ്ഞതിനോട് ഓക്കെ ശരിയാണ്, ഞാൻ ഇൻവെർട്ടർ മേടിച്ചേക്കുന്നത് എൻ്റെ മിസ്റ്റേക്ക്. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഇവർ ഈ തോന്നിയ സമയത്ത് തോന്നിയ പോലെ കറണ്ട് ബില്ല് കൂട്ടി. ഇപ്പോൾ ഞാൻ പറയാണ് അയ്യോ ഇപ്പോൾ 12-ാം തീയതി ഡേറ്റിങ് എൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ ഇവരൊന്ന് ഫ്യൂസ് വരില്ലേ? അവർ പറയുമോ അയ്യോ ശരി കേട്ടോ കുഴപ്പമില്ല 2 ദിവസം കഴിഞ്ഞ് അടച്ചാൽ മതി എന്ന് പറഞ്ഞാൽ. ഇല്ല, ഞാൻ വന്നിട്ട് KSEBിൽ വന്നിട്ട് പറയാണ് ഇപ്പം എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, ബാക്കി ഞാൻ അടുത്ത മാസം അടയ്ക്കാൻ പറഞ്ഞാൽ അവർ സമ്മതിക്കുമോ? അല്ലേ? ഞാനവിടെ പേ ചെയ്യുന്നുണ്ട്, എനിക്ക് ദാനമായിട്ടുള്ള സർക്കാർ കറണ്ട് തരണത്. സോ അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവും. പിന്നെ ഒരു കാര്യം, നാടിനെ സ്നേഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ വികസിത രാജ്യങ്ങളിലൊക്കെ പോകാണ്ടിരിക്കുക. ഇപ്പോൾ തിരിച്ച് 1 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നാട് വെറുത്തു പോകും. കാരണം നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. കള്ളന്മാരാണ് സർക്കാർ, എല്ലാം കണക്കാണ്, എല്ലാ പാർട്ടിക്കാരും കണക്കാണ്, വെറും കള്ളന്മാരാണ്. സോ അങ്ങനെ നാട്ടിൽ കിട്ടാത്ത കുറേ കാര്യങ്ങളല്ലേ. ഇതൊരു ഒറ്റപ്പെട്ട ദ്വീപാണ്. ഇവിടെ എനിക്ക് കിട്ടുന്ന വൈഫൈ എന്ന് പറഞ്ഞാൽ ഒരു 30 Mbps/s ആണ്. എൻ്റെ വീട്ടിൽ പോലും എനിക്കത് കിട്ടില്ല. എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാകും മാസത്തിലൊരിക്കലെങ്കിലും. ഇന്ന് വൈഫൈക്ക് ചെറിയൊരു തകരാറുണ്ട്. സോ അതാണ്, KSEBിക്ക് പറ്റില്ലെങ്കിൽ പ്രൈവറ്റിന് കൊടുക്കണം. എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്? നഷ്ടത്തിൽ ഓടിക്കണോ അല്ലേ? എന്നിട്ട് KSEBിലേക്ക് വിളിച്ചു ഞാൻ. അപ്പോൾ പറയാണ് കാറ്റൊക്കെ അല്ലേ സാർ, മരത്തിൻ്റെ കൊമ്പൊക്കെ വന്നിങ്ങനെ മുട്ടണോണ്ടാണ്, എല്ലാം നമുക്ക് വെട്ടാൻ പറ്റില്ലല്ലോ സാറിന്. വെട്ടാൻ വെട്ടണം, കയറി വെട്ടണം, അതിനാണ് പൈസ തരണത്. ഒരാളെ എങ്ങനെ ബുദ്ധിമുട്ടിച്ച് പണ്ടാറടക്കി വന്നിട്ട് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം എൻ്റെ പ്രായത്തിനും ഇതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കൺവീനിയൻ്റ് ആണ്. ഇവിടെ കറണ്ട് പോവില്ല, നല്ല വൈഫൈ, നല്ല ഫുഡ്, വേറെ എന്ത് വേണം, നല്ല കാറ്റ്, നല്ല വെള്ളം,
നല്ല ആൾക്കാർ, നല്ല റോഡ്. ഈ ഐലൻഡിലെ റോഡ് എന്ത് കിടില റോഡാണെന്ന് പറയുക, ഒരു കൊണ്ടുമുഴിയില്ല. സോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടും കൂടിയാണ് ഈ ഒരു കൺട്രി ഞാൻ ചൂസ് ചെയ്തത്. പിന്നെ എനിക്ക് ലാംഗ്വേജ് അത്യാവശ്യം വശമുണ്ട്. പിന്നെന്താണ്, എല്ലാം കൊണ്ടും ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ച ഒരു ജോലി ഫൈനലി ഞാൻ അതിലേക്ക് എത്തി, ഒരു പ്രൊഫഷൻ. ഇനിയിപ്പോൾ ഭാവിയിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് എനിക്ക് ഇൻട്രസ്റ്റ്. സോ ഇങ്ങനെ കുറേ കാര്യങ്ങൾ, നാട്ടിൽ കിട്ടാത്ത കുറേ കാര്യങ്ങൾ ഒക്കെ ഇവിടെ കിട്ടും. സോ അതും കൂടി കൊണ്ടാണ്, സാലറി മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ബെറ്റർ ഇങ്ങോട്ട് വരാണ്ടിരിക്കുക. ഈ പറയത്തൊക്കെ പൈസയൊന്നുമില്ല. സോ അണ്ടർസ്റ്റാൻഡ് ദ കൾച്ചർ, അണ്ടർസ്റ്റാൻഡ് ദ വർക്ക് കൾച്ചർ, അണ്ടർസ്റ്റാൻഡ് ദ ഹിസ്റ്ററി ഓഫ് ജപ്പാൻ എല്ലാം മനസ്സിലാക്കി ലാംഗ്വേജ് പഠിച്ച് പ്രിപ്പയർഡായിട്ട് അറ്റ്ലീസ്റ്റ് ജിമ്മിലെങ്കിലും പോയി കാർഡിയോ, കുറച്ച് വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ ചെയ്ത് വരിക. ഈ മേലനങ്ങാത്ത മാണുമാഞ്ചന്മാരായിട്ട് വരാണ്ട് ഇതുപോലത്തെ പ്രൊഫഷൻസിലേക്കൊക്കെ വരുമ്പോൾ. അപ്പോൾ ആരോടും നോ ഒഫൻസ്, കുറച്ച് സ്ട്രെയിറ്റ് ഫോർവേഡായി പറഞ്ഞത് മാത്രം. കൺക്ലൂഷൻ, ലാംഗ്വേജ് ഇല്ലാണ്ട് സോറി ഗൈസ് നടക്കില്ല. വീണ്ടും കാണാം. ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, എനിക്ക് ഇപ്പോൾ ആവശ്യത്തിൽ സമയമുണ്ട്. കഴിഞ്ഞ ഒരു കൊല്ലം ചെയ്ത ജോലി പോലെ ഒന്നുമല്ല. നമുക്ക് ഡെയിലി വീഡിയോസ് ഉണ്ടായിരിക്കും. ചില്ലായിട്ട് പണിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോവാം അടുത്തൊരു 3 കൊല്ലത്തേക്ക്. ഞാൻ ആദ്യം വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 കൊല്ലം നോക്കുന്നു. പക്ഷേ വർക്ക് ഓക്കെയാണ്, ഫണ്ണാണ്. എല്ലാവരുടെ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചില്ലായിട്ട് വണ്ടിയൊക്കെ ഓടിച്ച് അടിപൊളിയായിട്ട് പോകണം. പിന്നെ എനിക്ക് വേർക്കാൻ ഒരു മടിയില്ല. വേറെ ഒരുത്തിന് എന്ത് ചിന്തിക്കുന്നത് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. പോയി പണിയൊക്കെ പറയാം. ഏതൊരു എന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അഗ്രികൾച്ചർ നമ്മുടെ സ്റ്റാറ്റസിനെ പറ്റി ജോലിയില്ല. ഈ മൈൻഡ് സെറ്റ് മാറാണ്ട് നമ്മുടെ രാജ്യം, നമ്മുടെ നാട് വികസിക്കുന്നു? ഐ ഡോണ്ട് തിങ്ക് സോ. ശ്രീമാന ബുദ്ധൻ പറഞ്ഞത് നമ്മൾ കേട്ടില്ല അല്ലേ? പക്ഷേ അത് കേട്ട ചൈനക്കാർ, ജപ്പാൻകാർ, കൊറിയക്കാരൊക്കെ എത്തേണ്ട ഇടത്തിന് അപ്പുറത്തെത്തി. ആരോട് പറയാൻ? സോ ഓക്കെ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ ലാംഗ്വേജ് പഠിക്കുന്നവർ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ചിന്തിക്കുക, ഇങ്ങോട്ട് വരണ വേണ്ടിയെന്ന്. പിന്നീട് ഒന്ന് ദുഃഖിച്ചിട്ട് കാര്യമില്ല. കാരണം എന്തെങ്കിലും ഒരു പ്രോഗ്രാം, ഏതെങ്കിലും ഒരു വിസ വന്നിട്ട് നിങ്ങൾ ഡ്രോപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് പിന്നീട് ബ്ലാക്ക് മാർക്കാവും. ഇവർ ആ കാര്യത്തിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നോ ഓഫൻസ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം വീണ്ടും അയക്കാണ്ട് പുതിയതായിട്ട് വരുന്നവർക്ക് ഞാൻ നല്ല രീതിക്ക് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നവരോടൊക്കെ ഞാൻ അങ്ങോട്ട് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾ ആർക്കെങ്കിലും റെക്കമെൻഡ് ചെയ്യുമോ? ഇല്ല ബ്രോ, പെട്ടുപോയി. സോ അതാണ്. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. സി യു. ബൈ.